സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ ആധിപത്യം പുലർത്താനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ദേശീയവും പ്രാദേശികവുമായ പലവിധ വിഷയങ്ങളിലൂടെ കടന്നുപോയ പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നേർക്കുനേർ വാദപ്രതിവാദം നടത്തിയതോടെ LDF UDF പോര് പുതിയ തലത്തിലേക്ക് കടന്നു. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾ BJPക്ക് പകരം CPIM-നെ ശത്രുവായി കാണുന്നുവെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ഓരോ വേദിയിലും BJPയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചാണ് പ്രസംഗിക്കുന്നത്. CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്തെന്ന് എല്ലായിടത്തും ആവർത്തിക്കുന്നു. ആലപ്പുഴയിലും കൊല്ലത്തും UDFന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്നെത്തുമെന്നറിയിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിപാടി റദ്ദാക്കി. LDFന്റെ കണ്ണൂരിലെ പര്യടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. രാഹുൽ പിണറായി വാഗ്വാദം ഇന്ത്യ മുന്നണിക്കെതിരായ പ്രചാരണ ആയുധമാക്കുകയാണ് NDA. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ NDA സ്ഥാനാർത്ഥികൾക്കായി ഇന്ന് കൊച്ചിയിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റ് വാനതി ശ്രീനിവാസൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിക്കാനെത്തും. 24 തിരുവനന്തപുരം.